നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നടത്തറ പഞ്ചായത്ത് ഇടതുപക്ഷ ദുർഭരണത്തിനെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കുറ്റവിചാരണ യാത്ര സംഘടിപ്പിച്ചു. നെട്ടിശ്ശേരി ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം റോഡിന്റെ അറ്റകുറ്റപ്പണികളിൽ വീഴ്ച വരുത്തിയ കോർപ്പറേഷനെതിരെ ഭക്തജനങ്ങളും നാട്ടുകാരും പ്രതിഷേധിച്ചു. ഒല്ലൂക്കര ഡോൺ ബോസ്കോ യുവജന കേന്ദ്രത്തിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു. മണ്ണുത്തി അഗ്രിസിറ്റി ലയൺസ് ക്ലബ്ബ് മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഭക്ഷണം വിതരണം ചെയ്തു. വാർത്തകൾ വിശദമായി. നടത്തറ പഞ്ചായത്ത് ഇടതുപക്ഷ ദുർഭരണത്തിനെതിരെ നടത്തറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റവിചാരണ യാത്ര സംഘടിപ്പിച്ചു. നടത്തറ ഗ്രാമപഞ്ചായത്ത് ഭരണത്തിലെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും വികസന മുരടിപ്പിനുമെതിരെയാണ് കുറ്റവിചാരണ യാത്ര നടത്തിയത്. നടത്തറ സെന്ററിൽ നിന്നും ആരംഭിച്ച യാത്ര മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. ശനിയാഴ്ച വൈകിട്ട് പൂച്ചട്ടി സെന്ററിൽ നടത്തിയ സമാപന യോഗം യൂത്ത് കോൺഗ്രസ് സ്റ്റേറ്റ് കമ്മിറ്റി അംഗം സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത്, ES അനിരുദ്ധൻ, ബിന്ദു കാട്ടുങ്ങൽ, മറ്റ് കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. നടത്തറയിൽ നിന്നും ആരംഭിച്ച യാത്രയ്ക്ക് മുളയം, കൊഴുക്കുള്ളി, ചവറാമ്പാടം, ആശാരിക്കാട്, വലക്കാവ്, മണ്ണൂർ, മൂർക്കിനിക്കര, പോലൂക്കര, ഇരവിമംഗലം തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം നൽകി. നടത്തിയ കുറ്റവിചാരണ യാത്ര ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്കറിയാം, 2016 മുതൽ 2025 വരെ ഇവിടെ നടത്തറ ഗ്രാമപഞ്ചായത്ത് ഭരിച്ചിരുന്നത് LDF ഭരണസമിതിയാണ്. 1988 മുതൽ 2016 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് നടത്തറ ഗ്രാമപഞ്ചായത്ത് ഭരിച്ചിരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനുശേഷം 16 മുതൽ 2025 വരെ നിൽക്കുമ്പോൾ LDF ഭരണസമിതി എന്ത് ചെയ്തു എന്നുള്ളത് നിങ്ങളൊന്ന് തുലനം ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ, ഓരോ വാർഡിൻ്റെയും വികസനത്തിന് ഉപകാരപ്രദമായ ാണെങ്കിലും ആരോഗ്യ മേഖലയിലെ വിവിധങ്ങളായ കെട്ടിടങ്ങളാണെങ്കിലും, അതുപോലെ തന്നെ നടത്തറ ഷോപ്പിംഗ് കോംപ്ലക്സ്, പൂച്ചട്ടി ഷോപ്പിംഗ് കോംപ്ലക്സ്, കല്യാണ മണ്ഡപം, ജൂബിലി മന്ദിരം അടക്കമുള്ള കെട്ടിടങ്ങളെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭരണസമയത്ത് നിർമ്മിച്ചതാണ്. നെട്ടിശ്ശേരി ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്താതെ വീഴ്ച വരുത്തിയ തൃശൂർ കോർപ്പറേഷനെതിരെ ക്ഷേത്ര ഭക്തജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഭക്തജനങ്ങളും നാട്ടുകാരും ചേർന്ന് നെട്ടിശ്ശേരി ക്ഷേത്ര പരിസരത്ത് പ്രതിഷേധ സംഗമം നടത്തി. സുരേഷ് ഗോപി MPയുടെ ഫണ്ട് ഉപയോഗിച്ച് ക്ഷേത്രം റോഡ് ടൈൽ വിരിക്കുന്ന പദ്ധതിയിൽ എന്തെങ്കിലും തടസ്സമുണ്ടായാൽ കോർപ്പറേഷൻ ടൈൽ വിരിച്ചു തരുമെന്ന കോർപ്പറേഷൻ അധികൃതരുടെ വാഗ്ദാനം നടപ്പാക്കിയില്ല. നെട്ടിശ്ശേരിയിൽ അടുത്തിടെ തൃശൂർ കോർപ്പറേഷൻ നടത്തിയ റോഡ് നവീകരണത്തോടനുബന്ധിച്ച് വിവിധ കോർപ്പറേഷൻ റോഡുകളിലെ വെള്ളം കൂടി ക്ഷേത്രം റോഡിലേക്ക് ഒഴുക്കിവിട്ടതുകൊണ്ടാണ് ക്ഷേത്രം റോഡ് കൂടുതൽ തകർന്നത്. കോർപ്പറേഷന്റെ അനാസ്ഥ കൊണ്ട് തകർന്ന ക്ഷേത്രം റോഡ് ടൈൽ വിരിച്ച് നവീകരിക്കുവാൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് NOC നൽകിയിട്ടും കോർപ്പറേഷൻ പദ്ധതി നടപ്പാക്കുന്നില്ല. ഈ പദ്ധതി നടപ്പാക്കാൻ ഏകദേശം 25 ലക്ഷത്തിൽ താഴെ മാത്രമേ ചെലവ് വരികയുള്ളൂ. എന്നാൽ 50 ലക്ഷം രൂപ ചെലവ് വരും എന്ന് അവകാശപ്പെട്ട് വളരെ വലിയൊരു ബജറ്റ് കോർപ്പറേഷൻ ഉണ്ടാക്കിയത് അഴിമതിക്കും തട്ടിപ്പിനും വേണ്ടിയാണ്. എന്നാൽ വളരെ ആഴത്തിലുള്ള കുഴികൾ രൂപപ്പെട്ട ക്ഷേത്രം റോഡിലൂടെ കാൽനട യാത്രക്കാർക്ക് പോലും സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയായതോടെ കുഴികൾ അടയ്ക്കുമെന്നാണ് കോർപ്പറേഷൻ അധികാരികൾ ഇതുവരെ പറഞ്ഞിരുന്നത്. എന്തുകൊണ്ടാണ് കുഴികൾ അടയ്ക്കാത്തത് എന്ന് അന്വേഷിച്ചപ്പോൾ ക്ഷേത്രം വക റോഡ് എന്ന് ക്ഷേത്രം റോഡിൽ എഴുതി വെച്ചിട്ടുള്ള ദേവസ്വത്തിന്റെ ബോർഡ് മാറ്റണമെന്ന വിചിത്രവും നിയമവിരുദ്ധവുമായ ആവശ്യമാണ് കോർപ്പറേഷൻ ഇപ്പോൾ ഉന്നയിക്കുന്നത്. കോർപ്പറേഷന്റെ നിയമവിരുദ്ധവും അശാസ്ത്രീയവുമായ പ്രവൃത്തികളെ എതിർത്തതുകൊണ്ടാണ് അറ്റകുറ്റപ്പണി നടത്താതിരിക്കാൻ പല ശ്രമങ്ങളും കോർപ്പറേഷൻ അധികൃതർ നടത്തുന്നത്. അതിനെതിരെയായിരുന്നു ഇന്നത്തെ പ്രതിഷേധ സംഗമം. ക്ഷേത്ര ഉപദേശക സമിതി മുൻ പ്രസിഡന്റ് U മോഹൻദാസ് സ്വാഗതം പറഞ്ഞു. മുൻ ട്രഷറർ സരീഷ് E അധ്യക്ഷത വഹിച്ചു. യോഗം മുൻ വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ KK ഉദ്ഘാടനം ചെയ്തു. മുൻ സമിതി അംഗം അഭിലാഷ് A നന്ദി പറഞ്ഞു.
ഒല്ലൂക്കര ഡോൺ ബോസ്കോ യുവജന കേന്ദ്രത്തിൽ ശിശുദിനാഘോഷം നടന്നു. ശിശുദിനത്തോടനുബന്ധിച്ച് ഡോൺ ബോസ്കോ യുവജന കേന്ദ്രം ഒല്ലൂക്കരയുടെ ആഭിമുഖ്യത്തിൽ ട്വിങ്കിൾ ട്വിങ്കിൾ സ്റ്റാർ എന്ന പേരിൽ വിവിധ മത്സരങ്ങളും സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചു. മണ്ണുത്തി ഡോൺ ബോസ്കോ കോളേജിൽ വെച്ച് നടത്തിയ പരിപാടിയുടെ ഭാഗമായി പുഞ്ചിരി മത്സരവും ചിത്രരചനാ മത്സരവും ചാൻസ് ഗെയിമുകളും ആകർഷകമായ മറ്റ് പരിപാടികളും സംഘടിപ്പിച്ചു. LP UP വിഭാഗക്കാർക്ക് പങ്കെടുക്കാവുന്ന രീതിയിലാണ് പരിപാടികൾ ആസൂത്രണം ചെയ്തത്. ഡോൺ ബോസ്കോ യുവജന കേന്ദ്രം മണ്ണൂത്തി അവതരിപ്പിക്കുന്ന 2025 ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്ന് പറയുന്ന നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഡോൺ ബോസ്കോ യുവജന സംഘം ഒരുക്കിയിരിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. ഏകദേശം നമ്മൾ 100 കുട്ടികൾക്ക് വേണ്ടി ഡ്രോയിങ്ങും കളറിങ്ങുമായിട്ടൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം ഏകദേശം 5 മണിക്ക് നമ്മൾ സ്മൈലിംഗ് കോമ്പറ്റീഷൻ അതുപോലെയുള്ള കുട്ടികളുടെ സമഗ്ര വികസനത്തിന് വേണ്ട കാര്യങ്ങളാണ് നമ്മൾ യുവജന കേന്ദ്രത്തിലൂടെ നടത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്ന് പ്രത്യേകമായിട്ട് കലാപരിപാടികൾ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചാൻസ് ഗെയിംസ്, ഡ്രോയിങ്, ഇങ്ങനെയുള്ള ചില കലാപരിപാടികളാണ് നമ്മളിവിടെ കുട്ടികൾക്ക് വേണ്ടി അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. വീണ്ടും ഒത്തിരി കുട്ടികൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീണ്ടും കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഇവിടെ യുവജന കേന്ദ്രം കഴിഞ്ഞ 20 വർഷത്തിന് മുകളിലായിട്ട് 30 വർഷം, ഏകദേശം 30 വർഷമായിട്ട് ഇവിടെ ഉള്ളതാണ്. അപ്പോൾ എല്ലാവരെയും യുവജന കേന്ദ്രത്തിലേക്ക് പ്രത്യേകമായിട്ട് ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ ഒത്തിരി കളികളും യുവജന സംഘ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് യുവജന സംഘം ഒത്തിരി നാളായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നു. താങ്ക് യു. മണ്ണുത്തി അഗ്രിസിറ്റി ലയൺസ് ക്ലബിന്റെ സർവീസ് പ്രോജക്റ്റുകളുടെ ഭാഗമായി മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അന്തേവാസികൾക്ക് ഭക്ഷണം വിതരണം ചെയ്തു. പ്രസിഡന്റ് ജേക്കബ് നെറ്റോ, മറ്റ് ഭാരവാഹികളായ അനിൽ തട്ടിൽ, MV നെൽസൺ, ജോൺ ജോസഫ്, ഡോക്ടർ ഗീവർഗീസ്, ആന്റോവി മാത്യു, AA റോയ്, PP സണ്ണി, രാജേന്ദ്ര പ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അനധികൃത പന്നി ഫാം ജനജീവിതം ദുസ്സഹമാക്കുന്നു. വീരോലിപ്പാടം അനുമതിയില്ലാതെ പന്നി ഫാമും മാലിന്യം കത്തിക്കുന്ന യൂണിറ്റും നിയമവാഴ്ചകളെ പോലും വെല്ലുവിളിച്ച് ജനങ്ങളെ പൊറുതിമുട്ടിക്കുന്നത്. പന്നി ഫാമിന് പുറമെ വിവിധ ആശുപത്രികളിലെ മാലിന്യങ്ങളും അശാസ്ത്രീയമായി ഇവിടെ കത്തിക്കുന്നു. പ്രദേശമാകെ ദുർഗന്ധപൂരിതമാണ്. ചുറ്റുഭാഗവും നിബിഡമായ വനപ്രദേശങ്ങളുള്ളതിനാൽ കാട്ടാനപ്പേടിയും കൂടാതെ വായു മലിനീകരണവും സാംക്രമിക രോഗങ്ങൾ പടരുമോ എന്ന ആശങ്കയും നിലനിൽക്കുകയാണ്. കാട്ടുചോലകളിൽ നിന്നും ഒഴുകിയെത്തുന്ന കണ്ണുനീർത്തുള്ളികളെ പോലെയുള്ള വെള്ളം ഫാമിൽ നിന്നുള്ള മലിനജലം ഒഴുക്കിവിട്ട് മലീമസമാക്കുന്നതിനപ്പുറം കിണറുകൾക്ക് പോലും ഭീഷണി ഉയർത്തുന്ന ഈ ഫാം നിർത്തലാക്കുവാൻ നിരവധി പരാതികൾ മുഖ്യമന്ത്രി, കളക്ടർ, പഞ്ചായത്ത് സെക്രട്ടറി, പോലീസ്, മെഡിക്കൽ ഓഫീസർ അയച്ചു കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറി നേരിട്ടെത്തി അടച്ചുപൂട്ടുവാൻ നോട്ടീസ് നൽകിയെങ്കിലും അതിനെയെല്ലാം സ്വാധീനത്തിന്റെ മറവിൽ അവഗണിച്ച് പന്നി ഫാം ഉടമ മുന്നേറുകയാണ്. പരിസ്ഥിതിക്ക് പോലും കോട്ടം തട്ടുന്ന ഈ പ്രവണത മാനുഷിക പരിഗണന പുലർത്തി ജനങ്ങളെ ആശങ്കയിലാക്കാതെ സുരക്ഷിതമായി മറ്റൊരിടത്തേക്ക് മാറ്റണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. പാലിക്കാതെ 2 വർഷത്തിലധികമായി ഈ ജനവാസ മേഖലയിൽ തെക്കുംകര പഞ്ചായത്ത് തന്നെ നിർമ്മിച്ചിട്ടുള്ള നീർത്തട പദ്ധതിയിലെ ഒരു ജലസംഭരണിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന പന്നി ഫാമിലെ മലിനജലം നീർച്ചാലിലേക്ക് ഒഴുക്കിവിടുകയും സ്ഥലത്ത് ജില്ലയിലെയും സമീപ പ്രദേശങ്ങളിൽ നിന്നും ആശുപത്രികളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ, അതായത് സർജിക്കൽ വേസ്റ്റ്, ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യുന്ന സാധനങ്ങൾ, ആശുപത്രിയിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന സാനിറ്ററി സിറിഞ്ചുകൾ, ഇത്തരം ഉൽപ്പന്നങ്ങൾ അവിടെ നിന്ന് പണം കൊടുത്ത് സ്വീകരിക്കുകയും ഈ സ്ഥലത്ത് ഒരു 6 അടി ഉയരത്തിലുള്ള പുകക്കടലോട് കൂടി സ്ഥാപിച്ച് പ്രവർത്തിക്കുന്ന ഒരു ചൂളയിലിട്ട് കത്തികളെയും ഈ പരിസരമാകെ വായുമലിനീകരണം നടത്തി വരുന്നു. ഈ സംഭവത്തിനെതിരായിട്ട് തദ്ദേശവാസിയായിട്ടുള്ള ഞാൻ 2 വർഷം മുമ്പ് മുതൽ ജില്ലാ കളക്ടർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ, തദ്ദേശത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ, പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർക്ക് പരാതി കൊടുക്കുകയും പഞ്ചായത്ത് കഴിഞ്ഞ വർഷം കളക്ടർ കൊടുത്ത പരാതിയിൽ പഞ്ചായത്ത് സംഭവ സ്ഥലങ്ങളിലെ പന്നിഫാം നിർത്തിവെക്കാൻ നിർദ്ദേശം കൊടുത്തു എന്ന് പറയും. പന്നിഫാം അവിടെ തുടർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇപ്രാവശ്യം ഞാൻ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് CMO പോർട്ടലിൽ അയച്ച പരാതിയിൽ തെക്കുംകര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി
കഴിഞ്ഞ മാസം 3-ാം തീയതി, അതായത് 3/10/2025 തീയതി പന്നി ഫാം നിർത്തിവെക്കുന്നതിനായിട്ട് അവർക്ക് നിർദ്ദേശം നൽകുകയും പഞ്ചായത്തും ഹെൽത്ത് അധികാരികളും വന്ന സമയത്ത് അവിടെ നേരിൽ കണ്ട അജൈവ മാലിന്യങ്ങൾ കത്തിക്കുന്ന കാണുന്നതിന് അവർക്ക് പിഴ ഈടാക്കുകയും ചെയ്തതായി മറുപടി തരികയും തുടർന്നും തലസ്ഥലത്ത് സുമാർ 250ഓളം പന്നികളെ വളർത്തി വരുന്നതായും എല്ലാ ദിവസവും രാപകൽ ഭേദമില്ലാതെ മാലിന്യങ്ങൾ എത്തിക്കുകയും പന്നിത്തീറ്റയായിട്ട് വിവിധ ഹോട്ടലുകളിൽ നിന്നും മറ്റും ഭക്ഷ്യമാലിന്യങ്ങൾ കൊണ്ടുവരികയും ബാക്കി വരുന്നത് പരിസരത്ത് കൂട്ടിയിടുകയും ആ കൂട്ടിയിടുന്ന മാലിന്യങ്ങൾ മഴവെള്ളത്തിലൂടെ നീർച്ചാലിലേക്ക് എത്തി ഏകദേശം ഈ ജില്ല മുഴുവൻ രോഗബാധിത പരത്തക്ക വിധം മാലിന്യങ്ങൾ സൃഷ്ടിച്ചു വരികയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട തെക്കുംകര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇന്ന് 14/11/2025 തീയതി പന്നി ഫാം നിർത്തിവെക്കേണ്ടതാണെന്നും 3 മണിക്ക് ശേഷം നിർത്തിയില്ലെങ്കിൽ ആയത് പഞ്ചായത്ത് നിർമ്മാർജ്ജനം ചെയ്യുന്നു, അതിൻ്റെ ചെലവ് ഇതിൻ്റെ നടത്തിപ്പുകാരനായിട്ടുള്ള വ്യക്തിക്കും സ്ഥല ഉടമയ്ക്കും ഏൽപ്പിച്ചു കൊടുക്കുമെന്നും നോട്ടീസ് പതിക്കുകയുണ്ടായി. ഈ സമയം വരെ പന്നി ഫാം അവിടെ തന്നെ പൂർവാധികം ശക്തിയോടെ പ്രവർത്തിച്ചു വരുന്ന അവസ്ഥയാണ് കാണുന്നത്. ഇത് പൊതുജനത്തിന് വളരെയധികം ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. പുട്ട് കഴിക്കണം. എനിക്ക് പുട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട്. പുട്ടാ? ഈ നേരത്താ? വഴിയുണ്ടാക്കാം. യൂണി കിച്ചൻ പുട്ടുപൊടി,
ശുദ്ധമായ ഭക്ഷണം, ഇത് ഞങ്ങളുടെ പ്രോമിസ്. രക്ഷാധികാരി ബൈജു എന്ന സിനിമയിലെ ബിജു മേനോന്റെ കഥാപാത്രം പ്രേക്ഷകർ മറന്നിട്ടുണ്ടാകില്ല. ഒരു നാടിന്റെ കായിക സ്വപ്നങ്ങൾക്ക് കരുത്തു പകരുന്നതായിരുന്നു ആ കഥാപാത്രം. അങ്ങനെ ഒരു രക്ഷാധികാരിയാണ് പട്ടിക്കാട് ചെമ്പൂത്ര സ്വദേശി സജി. 2.5 പതിറ്റാണ്ട് മുൻപാണ് പട്ടിക്കാട് ചെമ്പൂത്ര സ്വദേശി സജി MC-യും വിരലിലെണ്ണാവുന്ന സുഹൃത്തുക്കളും ചേർന്ന് ഒരു കൂട്ടായ്മയ്ക്ക് രൂപം നൽകുന്നത്. ക്ലബ് എന്ന് വിളിക്കാൻ കഴിയുമോ എന്നത് സംശയമാണ്. പിന്നീട് ചെറിയ ടൂർണമെൻറ്റുകളിൽ പങ്കെടുത്തു തുടങ്ങി. പലയിടങ്ങളിലും കപ്പുയർത്തി. ഒപ്പമുണ്ടായിരുന്ന പലരും പാതി വഴിയിൽ കൊഴിഞ്ഞുപോയി. പക്ഷേ ഒറ്റയ്ക്ക് ഒരു നാടിൻ്റെ കായിക സ്വപ്നങ്ങൾ ചുമലിലേറ്റി രക്ഷാധികാരി സജി യുവദർശൻ ചെമ്പൂത്ര എന്ന പേരിൽ ഒരു ക്ലബ്ബ് തന്നെയുണ്ട് ഇപ്പോൾ സജിക്കും കുട്ടികൾക്കും. ഇതിൽ വിവിധ പ്രായപരിധിയിലുള്ള ടീം അംഗങ്ങളുണ്ട്. യുവദർശൻ ചെമ്പൂത്ര കപ്പുയർത്താത്ത ടൂർണമെൻറ്റുകൾ തൃശ്ശൂരിൽ തന്നെ അപൂർവമാണ്. ലഭിച്ച കപ്പുകൾ വയ്ക്കാനോ ക്ലബിൻ്റെ പ്രവർത്തനത്തിനോ ഇടമില്ലാതായതോടെ തൻ്റെ കുഞ്ഞു വീടിൻ്റെ ഒരു മുറി തന്നെ സജി ഇതിനായി വിട്ടു നൽകി. എണ്ണിയാലൊടുങ്ങാത്ത ട്രോഫികൾ ആ മുറിയിലും നിറഞ്ഞു കഴിഞ്ഞു. ഉഴിച്ചിൽ വൈദ്യനായ സജി തൻ്റെ കയ്യിൽ നിന്ന് പണം മുടക്കിയാണ് ടീമിനെ കളിക്കിറക്കുന്നത്. സ്വന്തമായി പണം മുടക്കി ഇതിനോടകം പല തലമുറയെ കളിക്കളത്തിലെത്തിച്ചു. അവർ കപ്പുയർത്തുമ്പോൾ കിട്ടുന്ന സന്തോഷമാണ് തൻ്റെ സമ്പാദ്യമെന്നും സജി പറയുന്നു. പട്ടിക്കാട്ടെ യുവാക്കൾക്ക് ഇങ്ങനെ അക്ഷരാർത്ഥത്തിൽ സജി രക്ഷാധികാരിയായി മാറുകയാണ്. ക്ലബിന് സ്വന്തമായി ഒരു കെട്ടിടം കണ്ടെത്തി പ്രവർത്തനം തുടങ്ങണമെന്നതാണ് യുവദർശൻ ചെമ്പൂത്രയുടെ ഇനിയുള്ള ആഗ്രഹം. അതും നേടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും. അതിന് സ്റ്റാർട്ടിങ് മുതലുള്ള ആൾക്കാരെല്ലാവരും ഉണ്ട്. അതിൽ കുറച്ച് പേരൊക്കെ മരിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. ബാക്കി എല്ലാവരും ഇപ്പോഴും ക്ലബിൻ്റെ കൂടെ തന്നെയാണ് വർഷങ്ങളായിട്ട്. നമുക്കൊരു 5 ഇതിലുള്ള ടീമുകളുണ്ട്. വെറ്ററൻസിൻ്റെ ടീമുണ്ട്, പിന്നെ 30 വയസ്സിന് മുകളിലുള്ള ഒരു 40-നും 30-നും ഇടയ്ക്കുള്ള ടീമുണ്ട്, പിന്നെ 30-നും 20-നും ഇടയ്ക്കുള്ള ടീമുണ്ട്, 20-നും 15-നും ഇടയ്ക്കുള്ള ടീമുണ്ട്, 15-നും 10-നും ഇടയ്ക്കുള്ള ടീമുണ്ട്. ഒരു 5 കാറ്റഗറിയിലുള്ള ടീമുകൾ നമ്മളിപ്പോൾ നിലവിൽ നമ്മുടെ ക്ലബിലുണ്ട്. എല്ലാ മാച്ചും നമ്മൾ പോവാറുണ്ട്. ഏജിൻ്റെ കളികളും എല്ലാ കളികളും നമ്മൾ ഈ കുട്ടികളെയും വെച്ച് പോവാറുണ്ട്. ട്രോഫിക്ക് അങ്ങനെ എണ്ണൊന്നും ഇതുവരെ വെച്ചിട്ടില്ല. കുറേ വർഷങ്ങളായിട്ട് ഉണ്ട്. അതിലേറ്റവും ആദ്യം കിട്ടിയ ഒരു ചെറിയ ട്രോഫി ഉണ്ട്. ചെറുതെന്ന് വെച്ചാൽ വളരെ ചെറുത്. ഇപ്പോഴും ആ ട്രോഫി ഞങ്ങളുടെ അവിടെ ഉണ്ട്. ഏകദേശം ഒരു 10-300 അടുത്ത് ട്രോഫി ഉണ്ടാവണം. തൃശ്ശൂർ നടക്കുന്ന എല്ലാ ടൂർണമെന്റുകളും നമ്മൾ പോകും. തൃശ്ശൂർ മാത്രമല്ല, നമ്മുടെ അടുത്തുള്ള ജില്ലകളിലും നമ്മൾ മാക്സിമം ഇറങ്ങാൻ നോക്കുന്നുണ്ട്. നമ്മുടെ ദൂരം അനുസരിച്ച് എന്നാലും വണ്ടികളിലൊക്കെ ഇതനുസരിച്ച് നമ്മൾ പറ്റുന്ന പോലെ നമ്മൾ ചെയ്യാറുണ്ട്. പഞ്ചായത്ത് മേള എല്ലാ വർഷവും ഞങ്ങളാണ് കപ്പടിക്കാറ്. ഈ വർഷം നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല. ബാക്കിയുള്ള മുമ്പത്തെയും അതിന് മുമ്പത്തെയൊക്കെ ഞാൻ കളിച്ചിട്ടുള്ള 3-4 ടൂർണമെന്റുകളും പിന്നെ എനിക്ക് ഓർമ്മ വെച്ച കാലത്തും ഏകദേശം ഞങ്ങൾ തന്നെയാണ് അടിക്കാറ്. ആളാണ് മെയിനായിട്ട് നിൽക്കണത്. പിന്നെ ആൾ നിൽക്കുമ്പോൾ ഞങ്ങൾ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. ആളുള്ളതുകൊണ്ട് എല്ലാ കാര്യത്തിലും ആളുള്ളതുകൊണ്ട് ഫ്രണ്ടിൽ തന്നെ ആളുള്ളതുകൊണ്ട് നമ്മൾ പേടിക്കാണ്ട് നമ്മൾ എല്ലായിടത്തും കൂടെ പോകും. കളിക്കാനായാലും വേറെ എന്ത് കാര്യത്തിനായാലും ഞങ്ങൾ പോകും. സമൃദ്ധി കേരളം ടോപ്പ് അപ്പ് ലോണിന് അപേക്ഷിക്കാം. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ മുഖേന നടപ്പിലാക്കുന്ന സമൃദ്ധി ടോപ്പ് അപ്പ് ലോൺ പദ്ധതിയിൽ അപേക്ഷ ക്ഷണിച്ചു. നിലവിൽ സംരംഭകരായ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുടെ ബിസിനസ് വികസനവും സാമ്പത്തിക ശാക്തീകരണവും ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഒരു ഗുണഭോക്താവിന് പരമാവധി 10 ലക്ഷം രൂപ വരെ ടേം ലോൺ, വർക്കിംഗ് ക്യാപിറ്റൽ ലോണായി ലഭിക്കും. ഗുണഭോക്താക്കൾക്ക് അവരുടെ ഇഷ്ടാനുസരണം 3% അറ്റ വാർഷിക പലിശ നിരക്കിലോ അല്ലെങ്കിൽ 20% വരെ സബ്സിഡി രൂപത്തിൽ പദ്ധതിയുടെ ആനുകൂല്യം തിരഞ്ഞെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനുമായി പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ തൃശ്ശൂർ ജില്ലാ കാര്യാലയവുമായി ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ നമ്പർ 0487 2331 556. കുമരനെല്ലൂർ ദേശത്തിന്റെ പൂര ചടങ്ങുകളുടെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു. കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് AK സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ KN ദീപേഷ് മുഖ്യാതിഥിയായി. കുമരനെല്ലൂർ ദേശം പൂരനിലാവിന്റെ കഴിഞ്ഞ 10 വർഷത്തെ വിവിധ പരിപാടികളുടെ P. രാജൻ തയ്യാറാക്കിയ വീഡിയോ സമാഹാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ജില്ലാ കളക്ടർ നിർവഹിച്ചു. ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ V. സുരേഷ് കുമാർ, ഏകക്കാട് ദേശ കമ്മിറ്റി ഭാരവാഹികളായ PR സുരേഷ് കുമാർ, C. ജയേഷ് കുമാർ, ബാബു പൂങ്കുന്നത്ത്, PG രവീന്ദ്രൻ, വടക്കാഞ്ചേരി ദേശ കമ്മിറ്റി ഭാരവാഹികളായ CA ശങ്കരൻകുട്ടി, PN രാജൻ, P. പ്രശാന്ത്, പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളായ അജിത് കുമാർ മല്ലയ്യ,
PN ഗോകുലൻ, ഉത്രാളിക്കാവ് ക്ഷേത്രം ദേവസ്വം ഓഫീസർ PV ഹരികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കുമരനെല്ലൂർ ദേശ കമ്മിറ്റി ഭാരവാഹികളായ K ബാലകൃഷ്ണൻ, P പ്രശാന്ത്, KR രമേശ്, വിജയൻ പൂണോത്ത്, ഹരിദാസ് കയറാട്ട്, P ശ്രീനാഥ്, V ശ്രീധരൻ, പ്രശാന്ത് മല്ലയ്യ, രാഹുൽ ഓലശ്ശേരി തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. 2026 ഫെബ്രുവരി 24-നാണ് ചരിത്ര പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം ആഘോഷിക്കുന്നത്. ഭംഗിയായിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് നമ്മൾ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. എല്ലാ വർഷവും നല്ല ഭംഗിയായിട്ടാണ് നടക്കുന്നത്. അതേപോലെ തന്നെ ഈ വർഷവും നല്ല ഭംഗിയായിട്ട് ഗംഭീരമായിട്ട് തന്നെ ഈ വർഷം നടക്കും. അതിന് എല്ലാവിധ ആശംസകളും നേർന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും നല്ല ഗംഭീരമായിട്ട് പോകട്ടെ. നഗര കാഴ്ചകൾ കണ്ട് ഉന്നതിയിലെ വയോജനങ്ങൾ. കാടിന്റെയും കാട്ടാറുകളുടെയും ഹൃദയത്തുടിപ്പറഞ്ഞ കാടിന്റെ മക്കൾ നാടിന്റെ വർണ്ണങ്ങൾ തേടി നഗര കാഴ്ചകൾ കാണാനെത്തി. പുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മരോട്ടിച്ചാൽ, പഴവള്ളം, വല്ലൂർ ആദിവാസി ഉന്നതികളിലെ 60 വയസ്സു കഴിഞ്ഞ 25 പേരുടെ സംഘമാണ് നാടറിയാൻ ജില്ലാ കളക്ടറേറ്റിലെത്തിയത്. മരോട്ടിച്ചാലിൽ നിന്നും നഗര കാഴ്ചകൾ കാണാനായി അവസരമൊരുക്കിയതിന് സിവിൽ സ്റ്റേഷനിലെത്തി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനോട് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഊരുമൂപ്പത്തി ശാന്ത ശിവരാമനും സംഘവും നഗര പര്യടനം ആരംഭിച്ചത്. സിവിൽ സ്റ്റേഷനിലെത്തിയ സംഘത്തെ ജില്ലാ കളക്ടർ സ്വീകരിച്ചു. കഴിഞ്ഞ ആഴ്ച മരോട്ടിച്ചാൽ ഉന്നതി സന്ദർശിച്ച ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനോട് ഉന്നതി നിവാസികൾ നഗരം കാണണമെന്ന് ആഗ്രഹം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കളക്ടർ ഇങ്ങനെയൊരു അവസരമൊരുക്കിയത്. ഇവരുടെ യാത്രയ്ക്കായി KSRTC ബസ് പ്രത്യേകമായി ഏർപ്പാടാക്കി. സിവിൽ സ്റ്റേഷൻ ചുറ്റിക്കണ്ടതിനു ശേഷം ഗുരുവായൂർ ആനക്കോട്ട, ബ്ലാങ്ങാട് ബീച്ച്, മറൈൻ അക്വേറിയം എന്നീ സ്ഥലങ്ങളും സംഘം സന്ദർശിച്ചു. ജില്ലാ ഭരണകൂടവും പട്ടികവർഗ വികസന വകുപ്പും ചേർന്നാണ് വിനോദയാത്രയ്ക്ക് ആവശ്യമായ ഒരുക്കങ്ങൾ നടത്തിയത്. SC പ്രൊമോട്ടർമാരും ജില്ലാ കളക്ടറുടെ ഇന്റേൺസും ചേർന്നാണ് വിനോദയാത്രയിൽ പങ്കെടുത്തുകൊണ്ട് വയോജനങ്ങളെ ഏകോപിപ്പിച്ചത്. ഒരിടവേള. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ?
മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. പുട്ട് കഴിക്കണം. എനിക്ക് പുട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട്. പുട്ടാ? ഈ നേരത്താ? വഴിയുണ്ടാക്കാം. യൂണിക് കിച്ചൻ പുട്ടുപൊടി, ശുദ്ധമായ ഭക്ഷണം. ഇത് ഞങ്ങളുടെ പ്രോമിസ്. വാർത്തകളിലേക്ക്. 8 കിലോയിലധികം കഞ്ചാവുമായി വെസ്റ്റ് ബംഗാൾ സ്വദേശികൾ പിടിയിൽ. ചാവക്കാട് തീരമേഖലയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവരികയായിരുന്ന 8 കിലോയിലധികം കഞ്ചാവുമായി വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ ചിട്ടു ദലുയി, ആരിഫ് എന്നിവരെയാണ് ശങ്കരയ്യ റോഡിൽ വെച്ച് പുലർച്ചെ തൃശൂർ സിറ്റി പോലീസ് ഡാൻസ് ഓഫ് ടീം കസ്റ്റഡിയിലെടുത്തത്. ഡാൻസ് ഓഫ് സബ് ഇൻസ്പെക്ടർ വിജിത് കെവിക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘം നടത്തിയ അന്വേഷണത്തിലാണ് ഓട്ടോയിൽ യാത്ര ചെയ്യുകയായിരുന്ന മുർഷിദാബാദ് സ്വദേശികളിൽ നിന്ന് ലഹരി വസ്തുക്കൾ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. മാടക്കത്തറ സെന്റ് ജോസഫ് ദേവാലയത്തിലെ വിശുദ്ധ യോസേഫ് പിതാവിന്റെയും വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. ശനിയാഴ്ച കൂടുതുറക്കിൽ വൈകിട്ട് 50 യൂണിറ്റുകളിൽ നിന്ന് പള്ളിയിലെത്തി സമാപിച്ചു. ഞായറാഴ്ച രാവിലെ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന നടന്നു. ഉച്ചയ്ക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണം, വർണ്ണമഴ, തിരുമുറ്റമേളം എന്നിവയുണ്ടായി. തിങ്കളാഴ്ച വൈകിട്ട് 7 മണിക്ക് കാലിക്കറ്റ് റെഡ് ബാൻഡ് അവതരിപ്പിക്കുന്ന ഗാനമേള ഉണ്ടായിരിക്കും. വിശുദ്ധന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളോട് ശുശ്രൂഷകരാകുന്നത് എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടുകൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരനെയും വിശ്വസ്തയെയും നിങ്ങൾ സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും വരദാപുരം സ്ഥിരകൂടെ കർത്താവിനെയും വാർത്തോട് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിങ്ങളുടെ അനുഷ്ഠിക്കപ്പെടുകയും സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭീതകരമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതന്റെ മതശുപടി സമാധാനം സമ്മതമാകുന്ന വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ ചാട്ടി കേരളത്തിൽ കനത്ത മഴ തുടരുന്നു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അടുത്ത 5 ദിവസത്തേക്ക് ശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിച്ചു.
വിവിധ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ ജില്ലകളിലാണ് മഞ്ഞ അലർട്ട്. നവംബർ 17-ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലും 18-ന് കോട്ടയം, ഇടുക്കി ജില്ലകളിലും മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നടത്തറ പഞ്ചായത്ത് ഇടതുപക്ഷ ദുർഭരണത്തിനെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കുറ്റവിചാരണ യാത്ര സംഘടിപ്പിച്ചു. നെട്ടിശ്ശേരി ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം റോഡിന്റെ അറ്റകുറ്റപ്പണികളിൽ വീഴ്ച വരുത്തിയ കോർപ്പറേഷനെതിരെ ഭക്തജനങ്ങളും നാട്ടുകാരും പ്രതിഷേധിച്ചു. ഒല്ലൂക്കര ഡോൺ ബോസ്കോ യുവജന കേന്ദ്രത്തിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു. മണ്ണുത്തി അഗ്രിസിറ്റി ലയൺസ് ക്ലബ്ബ് മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഭക്ഷണം വിതരണം ചെയ്തു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.